ഹലോ ഗൈസ്, നമുക്കൊരു മാക്രോണി പാസ്ത കുക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. മാക്രോണി പാസ്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യമായി കുറച്ച് വെള്ളം വയ്ക്കാം മാക്രോണിക്ക്, പിന്നെ കുറച്ച് ഉപ്പിടാം. ആ മാക്രോണിക്ക് ആവശ്യമുള്ള ഉപ്പിടാം. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ എന്തിനാണെന്ന് ഒഴിക്കുന്നത് വെച്ചാൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനൊക്കെയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം നല്ലോണം തിളക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ മാക്രോണി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. അടി പിടിക്കാണ്ടൊക്കെ നോക്കണമെന്ന് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇങ്ങനെ വെട്ടി തിളയ്ക്കണം. ആവുന്ന പാകമാകുമല്ലോ. കൂടുതൽ വേവാനും പറ്റില്ല, കുറവ് വേവാനും പറ്റില്ല. അതിൻ്റെ നടുക്കിലുള്ള ഒരു വേവിലെടുക്കണം. വേവിലെടുത്തിട്ട് നന്നായി തിളയ്ക്കണം. ഇതുണ്ട്, ഇതേപോലെ ആവണം. കറക്റ്റായിട്ടുണ്ട്. അതുപോലെ ആയി കഴിഞ്ഞിട്ട് നമുക്കത് സ്റ്റെയിൻ ചെയ്തെടുക്കണം. സ്റ്റെയിൻ ചെയ്ത് മാറ്റണം. സ്റ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. സ്റ്റെയിൻ ചെയ്ത് എടുത്തതിന് ഒരു മസാല ഉണ്ടാക്കാം. നമുക്ക് ഓയിൽ ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിടാം ഉള്ളി, ക്യാരറ്റ്, ബീൻസ്. ഇതിൽ ഓപ്ഷൻസാണ്. എല്ലാ പച്ചക്കറിയും ഇടാം. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി എല്ലാം ഇടാം. എന്നിട്ട് അത് നന്നായിട്ട് കുക്കായി വരണം. നന്നായി വരണ്ട് വരണം. എന്നിട്ട് അപ്പോൾ പെട്ടെന്ന് വരണ്ട് വരാനായിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിടാം, വരണ്ട് വരാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് കുറേ കഴിയുമ്പോൾ കുറച്ച് ബ്രൗൺ കളറാവണം. കുറച്ച് വരണ്ട് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും തക്കാളി നന്നായി റോസ്റ്റായി പോലെ വരണ്ട് വരണം. വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുണ്ട്. നമ്മൾ എത്രയാണ് മാക്രോണി എടുക്കണം അതിന് ആവശ്യത്തിനുള്ള മസാല. കുറച്ച് സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് വേണം, സോയ സോസ് ഓപ്ഷണലാണ്. മിക്സ് ചെയ്ത് ഇങ്ങനെ ഇത് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം സ്മെല്ലിന് വേണ്ടി. എന്നിട്ട് മാക്രോണി വേവിച്ച മാക്രോണി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് ഒരു കുട്ടിക്ക് മിക്സ് ചെയ്യാം. ഇതൊരു ഈസി മാക്രോണി റെസിപ്പിയാണ്. ഇത് നമുക്ക് എത്ര ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു മാക്രോണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് വെജ് മാക്രോണി റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റും മസ്റ്റ് ട്രൈ ആണ്. ഇത് നല്ല കോമ്പിനേഷനാണ്. മാക്രോണി സോസും കൂടിയിട്ടാണ് ഭയങ്കര കോമ്പിനേഷൻ. ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. അടുത്ത വീഡിയോയിലേക്ക് ബായ്.